ഇച്ചിരി ആട്ടുമാമകളൊക്കെ ഉണ്ട് ഗൈസ്. എന്താ അറിയോ, ഇത് കരിമ്പ്. കുറച്ച് കരിമ്പുകൾ നട്ടിട്ടുണ്ട്. എവിടുന്ന കിട്ടിയപ്പോൾ അപ്പായി കൊണ്ടുവന്ന് നട്ടതാന്നാണ് അപ്പായി പറഞ്ഞത്. ഉണ്ട്, ഇതുണ്ട്, ഉണ്ടോ? ഇതാണ് ഞങ്ങളുടെ ഷാൽപ്പാപ്പൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്. ഓൾമോസ്റ്റ് കഴിയാറായി. ക്യൂട്ട് വീടാണ് കേട്ടോ. കുറേ നാളായി പണിയൊക്കെ നടക്കുന്നത്. അതാണ് ഇങ്ങനെ പായലൊക്കെ പിടിച്ചിരിക്കുന്നത്. കണ്ടോ, നല്ല വെട്ടുകല്ലുകളൊക്കെ. ചേച്ചി പറഞ്ഞല്ലോ ഏതിന് വെട്ടിന് പറഞ്ഞോ നിന്നെ. വാവ് ഗൈസ്, സ്പോട്ടഡ് വൺ. ഇത് സത്യം പറഞ്ഞാൽ എനിക്കത് തീരെ ഇഷ്ടമില്ല കേട്ടോ. ഒന്ന് കറിയാക്കി തരുന്നില്ല, സുഖമില്ലാത്തൊരു സാധനം. സോ ബ്യൂട്ടിഫുൾ. ഇപ്പം ടൈം ഒരു സമയം എത്രയായി ആൻറ്റി? 10:30. അപ്പത്തേനും ഇത്രയും വെയിലുണ്ടല്ലേ. നല്ല വെയിലായി. ഇത് കഞ്ഞിവെള്ളം ഗൈസ്, കുടിക്കാൻ വേണ്ടി കഞ്ഞിവെള്ളം. സോറി, ഇതിൻ്റെ അളവ് ശരിയായിട്ടില്ല. ഇച്ചിരി കഞ്ഞിവെള്ളം. എന്ത് നമ്മുടെ ആയതുകൊണ്ട് സൂപ്പർ പതയല്ലേ ഇതിന്റെ വിത്ത് അന്വേഷിച്ച ആള് വരും. ഇത് എവിടെ നിന്ന് കിട്ടിയ? ഞാനൊക്കെ എത്ര കുഴി എടുത്തിരിക്കുന്നു. അലക്കല് എന്നാണ്ട് ഇവിടെ ഇപ്പൊ ഫുഡ്, ഐ മീൻ ഇവിടെ എന്താ ഇപ്പൊ ആടിന്റെ വെള്ള. ഓക്കെ, ഇന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കരിമീൻ ജ്യൂസ് അടിക്കാം. നോക്കി നോക്കാം കരിമീൻ ജ്യൂസ് വർക്കാവുന്നു.
സോ ഗൈസ്, നമുക്ക് പറമ്പ് ഒത്തിരി മുകളിലേക്കുണ്ട്. ഞാനത് കശുവണ്ടി പെറുക്കുന്ന ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു. ഞങ്ങൾ കശുവണ്ടി പെറുക്കാൻ വേണ്ടി കയറിയപ്പോൾ. പിന്നെ അപ്പോൾ ഇന്ന് ഞങ്ങൾ മുകളിൽ കയറുന്നില്ല. ഇന്ന് ഇവിടെ മാത്രമാണ് പോയി പണിയെടുക്കണം. ഇങ്ങോട്ട് കയറുന്നില്ല. അതുകൊണ്ട് മാങ്ങ കാണിക്കാൻ വേണ്ടി ഞാൻ ഷാജിപ്പാപ്പൻ്റെ പറമ്പിലേക്ക് വന്നു കേട്ടോ. കിട്ടില്ലേ, ഒത്തിരി മാങ്ങകളുണ്ട് എന്നാണ് പറഞ്ഞത്. കുറേ ഉണ്ട്. പക്ഷെ ദ തിങ് ഈസ് ദാറ്റ് എനിക്കത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഉറപ്പില്ല. എൻ്റെ കോലം ഭയങ്കര മോശമായതുകൊണ്ട് ഇതിൽ കൂടെ അങ്ങനെ ആൾക്കാർ വന്ന് ചിരിക്കും. ഇറ്റ്സ് ഓക്കെ. സോ ലെറ്റ് മീ ഷോ ദ പ്ലാവാണ്. അതിൻ്റെ അകത്ത് ചക്ക ഈസ് ദെയർ. ചെറിയൊരു വ്യൂ തരാം. ഇവിടെ നിന്നാണ് നമ്മുടെ പറമ്പപ്പോൾ. ഇതിൻ്റെ മുകളിലേക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ, ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഫ്രണ്ടിലാണ് കൃഷി ചെയ്യുന്നത്, വാഴക്കൃഷിയാണ് ചെയ്യുന്നത്. നല്ല പഴം ഒക്കെ ഉണ്ടായി, കുറേ കായ്കളൊക്കെ കൊടുത്തു എന്നാ പറഞ്ഞ. ഇന്നലെയും കൊണ്ട് വീട്ടിൽ കുറച്ച് ഒരു കൊല മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച്, പിന്നെ കിലോയ്ക്ക് 75 ഒക്കെയാണെന്നാണ് പൈ പറഞ്ഞത്. പേരെന്താവും? ഇതാണ് ഗൈസ് ഞാൻ ഇവിടെ വരാത്തത്. ഇപ്പം ഞാൻ ആ മഞ്ഞപ്പൂവിൻ്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാൻ നേരത്തെ മറ്റേ ചെടിയിൽ മറ്റേ എന്തോ ഒരു പച്ച സാധനം, പാമ്പ് പോലത്തെ ഒരു സാധനം, പച്ചില പാമ്പാണ്, പച്ചയല്ല ആക്ച്വലി, പക്ഷെ വേറെന്തൊരു സാധനം ഇങ്ങനെ ഇഴയണ കണ്ടു. ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകും. ഞാനതിനെ ഒന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ പുറത്തേക്ക് വരുന്നില്ല. ഇവിടെ ഭയങ്കര പാമ്പ് ശല്യമുള്ള സ്ഥലമാണ് കേട്ടോ. ഒട്ടുമേ